ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. പക്ഷേ ഈ ഹാപ്പി ന്യൂ ഇയർ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഹാപ്പി ന്യൂ ഇയറിൻ്റെ അന്ന് തന്നെ നമുക്ക് ഭയങ്കര സങ്കടമുള്ള ദിവസമായിരുന്നു കേട്ടോ. ഏതൊരു പ്രവാസികൾക്കും പിന്നെ അവരുടെ വീട്ടുകാർക്കും സങ്കടമുള്ള ഒരു നിമിഷമാണ് ഈ കടന്നു പോകുന്നത് കേട്ടോ. അത് 2026 ഹാപ്പി ന്യൂ ഇയറിൻ്റെ അന്ന് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അത് ഇക്കാൻ്റെ ഫാമിലി എല്ലാവരും രാത്രി തന്നെ എത്തിയിട്ടുണ്ടായിന്. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒക്കെ കഴിഞ്ഞ് അവരിനി പോവാൻ നിൽക്കുകയാണ് കേട്ടോ. കാരണം രാവിലെ പുലർച്ചെ 4 മണിക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ അവർ നിൽക്കണില്ല പറഞ്ഞു. അങ്ങനെ അവർ യാത്രയൊക്കെ പറയാൻ കേട്ടോ. ബാപ്പയും മക്കളും മോനൊക്കെ യാത്ര പറഞ്ഞു. മാഷാ അല്ലാഹ് എല്ലാവരും വന്നപ്പം ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതാ ഉമ്മാനോടും അനിയനോടും എല്ലാവരോടും ഒക്കെ യാത്ര പറയണം കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്ര പറച്ചിൽ ഭയങ്കര സങ്കടം കേട്ടോ. കാരണം ഇങ്ങോട്ട് വരുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടാവില്ലല്ലോ, അങ്ങോട്ട് പോകുമ്പോൾ. അങ്ങോട്ട് പോകുക എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമുള്ള നിമിഷങ്ങളാണ് കേട്ടോ ഉണ്ടാവുക. ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഒരു നിമിഷമാണല്ലോ അല്ലേ. അപ്പോൾ ഈ 2026 നമുക്ക് ആദ്യം കിട്ടിയ സങ്കടം ഇതാണ് കേട്ടോ. ഇത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, മറ്റുള്ള സങ്കടത്തിനേക്കാളും കൂടുതലുള്ള സങ്കടമാണ് ഈ ഒരു സങ്കടം കേട്ടോ. കാരണം നമ്മൾ 53 ദിവസത്തെ ലീവാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ആ 53 ദിവസം കഴിഞ്ഞിട്ട് പോകുമ്പം ഏതൊരാൾക്കും സങ്കടം ഉണ്ടാവില്ലല്ലേ. അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിച്ച് പോയി. പിന്നെ നമ്മളും ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അത് പെട്ടിയൊക്കെ കെട്ടുന്നുണ്ട്. പെട്ടിയൊക്കെ കെട്ടുമ്പോൾ നെഞ്ഞിലൊരു എന്താ പറയുക, എന്തൊക്കെയോ ഒരു സംഭവം ആവണ പോലെ കേട്ടോ. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആണോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം നാട്ടിലുണ്ടാവുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. എന്താണെന്ന് പറയുക, ഞാനും മക്കളും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എന്തിനും ഏതിനും നമ്മളെ കൂടെ നിൽക്കാനും ചെയ്യാനും എല്ലാത്തിനും പിന്നെ എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. അത്രത്തോളം ഹാപ്പിയാണ് ഞങ്ങൾ. പ്രവാസികൾക്ക് ഭയങ്കര ഒരു തിരിച്ചടിയാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. 18 വർഷമായി പോകാൻ തുടങ്ങിയിട്ടെങ്കിലും നമുക്ക് എന്നും പോണത് ഒരേപോലെ തന്നെയാണ് കേട്ടോ. അല്ലാതെ പിന്നെ 18 വർഷമായില്ലേ, ഇനിയിപ്പോൾ എന്തിനാ സങ്കടപ്പെടുന്നതെന്നൊന്നും ചിന്തിക്കാനുള്ള ഇതൊന്നുമില്ല. എന്നും പോകുമ്പോൾ ഒരേപോലെ തന്നെയാണ്. എല്ലാവരുടെ അവസ്ഥ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് കൊണ്ടുപോകാനുള്ളത് ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അല്ലാതെ വീട്ടിലുണ്ടാക്കിയ ഒരു ഐറ്റംസും ഇല്ല കേട്ടോ. അച്ചാർ മാത്രമേ ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ അതിന് പറ്റിയ ഒരു സാഹചര്യങ്ങളല്ലേ നമുക്ക്. ആ സമയങ്ങളിലൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയാലും നമുക്കൊന്നിനും തോന്നില്ലല്ലോ. അപ്പം പുറത്തുനിന്ന് ഇപ്പം ഇങ്ങനത്തെ ഒക്കെയാണല്ലോ അവിടെ ഉള്ളവർക്കൊക്കെ ആവശ്യം. അപ്പോൾ അത് പെട്ടിയൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മളെ മനസ്സിങ്ങനെ വിങ്ങിയോണ്ട് നിൽക്കണില്ല. സമയമായി പോകാനുള്ള ടൈമായി എന്നുള്ളതൊക്കെ ആ ഒരു വിങ്ങലുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാവരുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അവസ്ഥകളാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ആ 53 ദിവസം ഞങ്ങൾ ഹാപ്പി ആയിട്ട് നല്ല സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. നമ്മളെ വീട് തന്നെ ഒരു ആരുമില്ലാഞ്ഞാലും ഒരു ഉറങ്ങിക്കിടന്ന വീട് എന്നാണല്ലോ പറയല്. ആ ഉറങ്ങിക്കിടന്ന വീട് ഉണരൽ നാട്ടിലുണ്ടാവുമ്പോഴാണ് കേട്ടോ. കാരണം ആ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്ക് ഇങ്ങനെ ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയങ്ങളല്ല, ആരുമില്ല എന്നുള്ള. പക്ഷേ ഈ ഒരു 53 ദിവസം ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചു. പക്ഷേ റിച്ചുട്ടൻക്കാണ് ഭയങ്കര സങ്കടമാകുന്നത് കേട്ടോ. കാരണം ഓനും ഉപ്പച്ചിയും തമ്മിൽ എല്ലാം രണ്ടാളും പക്ഷെ വേറൊരു അറ്റാച്ച്മെൻ്റാണ് കേട്ടോ അവർക്ക്. മക്കളും ഓരോ ഉപ്പച്ചിയും തമ്മിൽ ആ ഒരു ഇതെന്താ പറയുക, ഓൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് നമുക്ക് സഹിക്കാൻ പറ്റാതാവുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതിപ്പോൾ ജീവിതത്തിൽ നടക്കേണ്ട സംഭവം തന്നെയാണ്. എങ്കിലും ഓനിതപ്പം ഫോണും ചാവിയൊക്കെ വാങ്ങിയൊക്കെ ഉപ്പച്ചി പോകണ്ട, ഫോണും ചാവിയും തരി എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വാശി പിടിക്കുകയാണ് കേട്ടോ. കാരണം ഫോണും ചാവി ഉണ്ടെങ്കിലല്ലേ പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് ഓനക്കറിയാം. ഓനെങ്ങനെയായാലും പുറത്ത് പോകുമ്പോൾ ചാവി എടുത്ത് വെക്കലാണ് കേട്ടോ. വണ്ടീൻ്റെ ചാവി എടുത്ത് വെച്ചിട്ട് ഒളിപ്പിച്ച് വെക്കലാണ്. അപ്പം പുറത്ത് പോകില്ലല്ലോ എന്നുള്ളതിൽ ഓനെ കൂട്ടാതെ പോകാനും പറ്റില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ അവൻ്റേത്. അപ്പോൾ രാവിലെ വിളിച്ച് ഉണർത്താതെ ഓനെ
കാണാതെ പോയിക്കുകയാണെങ്കിൽ ഓന് രാവിലെ എണീച്ചിട്ട് ആദ്യം തരയില്ല ഓൻ്റെ അപ്പച്ചിനാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിൽ പിന്നെ അവനെ ഉണർത്താതെക്കാൻ എന്തായാലും പറ്റൂല. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ പോയി എന്ന് പറയുമ്പോൾ ഓരോ മനസ്സിന് ഭയങ്കര സങ്കടമാവില്ലേ. പോകുന്നത് കാണുമ്പോൾ പിന്നെ ആ നേരത്തുള്ള സങ്കടമല്ലേ. അപ്പോൾ പിന്നെ അത് കൊണ്ടാണ് അവനെ ഉണർത്തിയത് കേട്ടോ. അപ്പോൾ അതാ കാലൊക്കെ പിടിച്ച് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. രാത്രി തന്നെ കരച്ചിൽ തുടങ്ങിയിരിക്കുന്നു. പെട്ടി ഈ ഓരോന്ന് കണ്ടപ്പം തന്നെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പച്ചി എന്തിനാണ് പോണത്, എല്ലാവരും അപ്പച്ചിമാരും ഇവിടെ ഇല്ലേ, എൻ്റെ അപ്പച്ചി എന്തിനാണ് പോണതെന്നൊക്കെ അപ്പച്ചിനോട് ഇങ്ങനെ ചോദിച്ച് കരയുന്നതിന് കേട്ടോ. പക്ഷെ ഓൻ്റെ മനസ്സിൽ ഓനക്ക് അറിയില്ലല്ലോ എന്താണ് ഏതാണെന്ന്. പക്ഷെ ആ ചെറിയൊരു മനസ്സ് ഓനക്ക് ഭയങ്കര വേദന ഉള്ള മനസ്സാണ് കേട്ടോ. എന്താ പറയുക, നമുക്ക് തന്നെ വിഷമമാണ്. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നാ വരിക എന്നുള്ളതൊക്കെ ഒരു പ്രവാസിയാവുമ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരില്ലേ. ഭയങ്കര സങ്കടമുള്ള അവർക്കും ടെൻഷൻ ഉണ്ടാവും കേട്ടോ. അവിടെ നിന്ന് നാട്ടിൽ നിന്ന് പോകുമെന്ന് പറയുമ്പോൾ അവർക്കും. പക്ഷെ അവർ നമ്മളോട് ആ ടെൻഷൻ അവർ നമ്മളെ മുന്നിൽ കാണിച്ചു തരൂലല്ലോ. അതുകൊണ്ടാണ്. അപ്പം ഈ റിച്ചൂട്ടനെ പിരിഞ്ഞ് പോകുക എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനുണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ മുന്നിൽ അത് കാണിക്കാതെ നിൽക്കണം കേട്ടോ. എന്തായാലും മാഷാ അല്ലാഹ് നമുക്ക് എന്താ പറയുക, അന്നത്തെ ദിവസം നമുക്ക് ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടേ നമുക്കത് മാറുള്ളൂ കേട്ടോ. മോനക്കായാലും റിച്ചൂട്ടനക്കായാലും അതിങ്ങോട്ട് എന്താ പറയുക, ഓനക്കത് സഹിക്കാൻ പറ്റണില്ല. ഓനക്ക് ഉപ്പച്ചിനില്ലാതെ ഓനക്ക് നിൽക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ ഒരു സംസാരം കേട്ടോ അവന്. അങ്ങനെ തന്നെ എപ്പോഴും സംസാരിക്കല്, ഇപ്പച്ചില്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റൂല. ഇനിയിപ്പോൾ ഒരു നേരം കണ്ടില്ലെങ്കിൽ പറയും എനിക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പച്ചില്ലാതെ. അങ്ങനെയൊക്കെയാണ് കേട്ടോ അവന് പറയൽ. അപ്പോൾ അത് അപ്പച്ചിൻ്റെ അടുത്ത് നിന്ന് കേട്ടോ അടർത്തി മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അല്ലാതെ ഇപ്പം പോകാൻ പറ്റില്ല. നിയമമൊക്കെ പിന്നെ അങ്ങനത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൾ പുറത്ത് കാണിക്കൂല. അവൾക്ക് സങ്കടം ഉണ്ട് കേട്ടോ. പക്ഷെ അവളത് പുറത്ത് കാണിച്ച് തരൂല. ആ ഒരു ഇതാണ് കേട്ടോ. എന്താ പറയുക, ഒരു നിമിഷം പുലർച്ചെ 4 മണിക്കാണ് കേട്ടോ ഇറങ്ങണത്. ആ ഒരു നിമിഷം സങ്കടങ്ങൾ നിറഞ്ഞ നിമിഷങ്ങളാണ് കേട്ടോ. ഇനി എന്നാ കാണുക എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ. പിന്നെതാ റിച്ചൂട്ടൻ്റേതാണ് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. റിച്ചൂട്ടനക്ക് സഹിക്കാൻ, അവനക്ക് ശരീരമൊക്കെ വിറക്കുന്നുണ്ട് കേട്ടോ. അതാ പോവുകയെന്ന് പറയുമ്പോൾ അങ്ങനെ ഇതാ പോവുകയാണ്. ഇനിയിപ്പം എന്നാണ് എപ്പോഴാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ മാഷാ അല്ലാഹ് ഒരു ബുദ്ധിമുട്ടില്ലാതെ അവിടെ എത്തി, ഈ നല്ലതായി, ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും ദുആ ചെയ്യുക. അപ്പം കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നാണ് 7 മണിക്കാണ് ഫ്ലൈറ്റ് കേട്ടോ. അപ്പോൾ അതാ അവരിറങ്ങി. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾ ഒറ്റക്കായി. ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ഉണ്ടാകുമ്പോൾ ആ സന്തോഷം ഉണ്ടാവില്ലല്ലോ. ഇല്ലാഞ്ഞാലൊന്ന് പറയണായിട്ടില്ല. അത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്തായാലും അൽഹംദുലില്ലാഹ് നല്ലതാകട്ടെ. പിന്നെ എന്താ പറയാൻ, വാക്കുകൾ കിട്ടൂല നമുക്ക് ഇങ്ങനത്തെ സാഹചര്യത്തിൽ. ഇതിങ്ങനെ കാണുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഏതായാലും റാഹത്തായി വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. എന്താണ് ഏതാണെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ റിച്ചൂട്ടന് കുറച്ചൊരു ഇതായി വരണം. പക്ഷെ അവന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. റിസുട്ടനും നല്ല കരയുണ്ട് കേട്ടോ. അപ്പോൾ അവർ പോവുകയാണ്, റിസുട്ടന് അളിയന് പോവുകയാണെന്ന് പറഞ്ഞാണ് കരയുന്നത്. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.